ഒരുപക്ഷെ നമുക്ക് അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അതിനകത്ത് വലിച്ചു കയറി എന്നുള്ളതാണ് നമുക്കറിയുവാൻ. അപ്പൊ അത് ആരെങ്കിലും അധ്യാപകരുടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് ഇതിന്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയുമോ? ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. രണ്ടു മക്കളിൽ മൂത്തവനെ കയ്യിൽ പിടിച്ച സ്കൂളിൽ രാവിലെ കൊണ്ട് വിട്ടതാണ്. പിന്നെ അച്ഛൻ മകനെ കാണുന്നത് മോർച്ചറിയിലാണ്. എന്തല്ലേ 8ാം ക്ലാസ്സുകാരൻ, നാടിന് പ്രിയപ്പെട്ടവൻ, മിടുക്കനൊരു കുഞ്ഞ് സ്കൂളിൽ പോയി ഏതോ ഒരു അപകടത്തിലങ്ങ് മരിച്ചു എന്ന് പറഞ്ഞു കളയരുത്. അക്ഷരം തെറ്റാതെ പറയണം. ഈ കഴിവുകെട്ട് ചത്തുപോയ സിസ്റ്റം അവനെ കൊലയ്ക്ക് കൊടുത്തതാണ്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന തേവലക്കര സ്കൂളിലെ മോന്തായത്തിന് മുകളിൽ തൊട്ടില്ലെന്ന മട്ടിൽ ഊഞ്ഞാല് കണക്കെ തൂങ്ങിയാടലാണ്. മാരക പ്രഹരശേഷിയിൽ വൈദ്യുതി പ്രവാഹമുള്ള ഒന്നല്ല, ചേർത്ത് കെട്ടിയ 4 കറണ്ട് കമ്പികൾ. അതൊന്നും എനിക്കറിയാൻ മേല. രാവിലത്തെ കളിക്കിടെ ആ നാശം പിടിച്ച തകരഷീറ്റിന്റെ മുകളിലേക്ക് തെറിച്ചുപോയ കൂട്ടുകാരന്റെ ചെരുപ്പെടുക്കാൻ കയറിയതാണ് ചുറുചുറുക്കുള്ള ആ മിടുക്കൻ. കാല് തന്നെ ആ വൈദ്യുലൈന് മുകളിലേക്ക് കമിഴ്ന്നു കിടക്കുന്ന ആ കുരുന്നിന്റെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കാണാവതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. CPM നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയും അപകടാവസ്ഥ അറിഞ്ഞിട്ടും പിത്തം പിടിച്ച കണക്കൊന്നും ചെയ്യാതിരുന്ന KSEBയും ചേർന്ന കുരുന്നിനെ കൊലയ്ക്ക് കൊടുത്തതാണ്. അവബോധമില്ലാത്ത ആ വിദ്യാർത്ഥിയെ ഷീറ്റിൽ കയറി കാല് തെന്നിയപ്പോൾ കറണ്ട് കമ്പിയിൽ പിടിച്ചതാണത്രേ പ്രശ്നം. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. മരിച്ച കുട്ടിയെ കുറ്റക്കാരനാക്കുന്നോ? മനുഷ്യത്വം എന്ന വാക്കു കേൾക്കാത്ത നേതാവെ നാക്കു വളയ്ക്കാൻ ഉളുപ്പുണ്ടോ? 2 നാൾ കഴിഞ്ഞാൽ കേൾക്കാം മരണവ്യാപാരികളുടെ ആഭാസ നൃത്തം, സർക്കാരിനെതിരായ ഗൂഢാലോചന, വലതുമാധ്യമങ്ങളുടെ എന്തോ മണ്ണാങ്കട്ട, കാൽക്കാശിന് വിലയില്ലാത്ത സൈദ്ധാന്തിക വിടുവായത്തങ്ങൾ. മാറാത്ത ഫോർമാറ്റാണ്. അതല്ല, ഞാൻ വേണ്ട. വാഴ വെട്ടിക്കുന്നുണ്ട്. എന്താണ്, വാഴയുടെ കമ്പ് പോയി കൊണ്ടല്ലെന്ന് വെച്ച് വാഴ വെട്ടിക്കുന്നുണ്ട്. അങ്ങനെ കർശനമായി നോക്കുന്ന KSEB 10 വർഷമായത് അവിടെ താന്ന് കിടക്കുകയാണ്. ഊഞ്ഞാല് കണക്കെ താന്ന് കിടന്ന നാട് അത് കാണുന്നില്ല. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. ഈ KSEB കുറ്റം സംബന്ധിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. ന്യായീകരണത്തിനുള്ള ഒരു വകുപ്പും ഒരു പഴുതുമില്ലാത്തതുകൊണ്ടാണ് കുറ്റം സമ്മതിക്കുന്നത്. കൊലവെട്ടാറായ 3.5 ലക്ഷം രൂപയുടെ വാഴ കാര്യക്ഷമതയോടുകൂടി വെട്ടി നശിപ്പിച്ചവരാണ് ഈ KSEBക്കാര്. അതന്നത്തെ ചോരത്തിളപ്പിന് ഒരു വാഴ 20 മീറ്റർ ഉയരത്തിൽ ചെന്നിട്ട് അതിന് കേടുപാട് സംഭവിക്കുമെന്ന് ദീർഘവീക്ഷണത്തോടു കൂടി കണ്ടിട്ടുള്ള ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥർക്ക് കുഞ്ഞുമക്കൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ മുകളിലൂടെ ഊഞ്ഞാല് പോലെ ഞാന്നു പോകുന്ന ഒരു ഇലക്ട്രിസിറ്റിയുടെ വൈദ്യുതി ലൈൻ കാണാൻ പറ്റിയില്ല. അത് പിന്നെ ഒരു നടപടിയും ഒരാൾക്കെതിരെയും ഉണ്ടാവില്ല. ഇപ്പൊ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിന്ദു മരിച്ചിട്ട് ഏകദേശം 15 ദിവസമായില്ലേ? എത്ര പേർക്കെതിരെ എന്ത് നടപടിയാണ് നമ്മുടെ നാട്ടിലെടുത്തിരിക്കുന്നത്? വോട്ട് ചെയ്തെന്നൊരു മഹാഭാവമേ ചെയ്തിട്ടുള്ളൂ, അതിന്റെ ശിക്ഷയായി അനുഭവിക്കുന്നത്. താങ്കൾ പറയുന്നത് കേട്ടായിരുന്നു. ഈ കുട്ടിക്ക് ഒരു അവബോധം ഇല്ലാതായി പോയി. കുട്ടി കയറി, കുട്ടിയുടെ കാല് സ്കിഡായപ്പോഴത്തേക്ക് വൈദ്യുലൈനിൽ പിടിച്ചു. ആരും വിചാരിച്ചില്ല കയറി പോകുന്ന കാര്യം. ആ കുട്ടിയെ കുറ്റം ചാർത്താവോ ശ്രീകോപൻ? നാണമില്ലടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ? അത് അതിന്റെ ചെരുപ്പെടുക്കാൻ വേണ്ടി അതിന്റെ പുറകെ കൂടെ കയറിയതാ. കുഞ്ഞിനറിയത്തില്ലത്. അത്രയുള്ള സംഭവം. അത്രയല്ല സംഭവം. കുഞ്ഞിനറിയാത്തതല്ല പ്രശ്നം, നിങ്ങളുടെ പ്രശ്നമാണ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ആ മാനേജ്മെന്റിന്റെ പ്രശ്നമാണ്. PK ഗോപൻ ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അവിടെ താഴെ കൂടെ അത്രയും താഴെ ആ വൈദ്യുതി കുറെ വർഷമായിട്ട് പോവാ. നിങ്ങളുടെ കണ്ണിലൊക്കെ എന്താ CPK? താങ്കളെ നാട്ടുകാരനെ താങ്കൾ പറഞ്ഞു, നിങ്ങളുടെ കണ്ണിലൊക്കെ എന്താ? നിങ്ങൾ കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കാമെങ്കിൽ മറുപടി പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ കൈവച്ചിരുന്ന ന്യായമൊക്കെ നിങ്ങൾ മര്യാദയ്ക്ക് വർത്താനം പറയുന്നെങ്കിൽ മറുപടി പറയാം. താങ്കൾ ന്യായമായിട്ട് പറയൂ. ഇതാരും കണ്ടില്ലേ അവിടെ? താങ്കൾ എന്നെ വിചാരണ നടത്തേണ്ട കാര്യമൊന്നുമില്ല. മറ്റേ പണി കാണിച്ചോണ്ടല്ലോ, അടിച്ചും കരളെ കുറിച്ച് വിളിച്ചോളൂ. ഞാൻ ആ ഊച്ചാളിയാ, എനിക്ക് അങ്ങനെ മോഹമുണ്ട്, മനസ്സിലായോ?